ബക്രീദ് അവധിയിലെ ആശയക്കുഴപ്പത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സർക്കാർ നിലപാടെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. എല്ലാത്തിലും വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുകയാണ് UDF എന്ന് CPM തിരിച്ചടിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പുതിയ ചർച്ചയാവുകയാണ് ഈ അവധി വിവാദം. ഒഴിവാക്കാമായിരുന്ന ആശയക്കുഴപ്പം വിവാദത്തിലെത്തിച്ചത് സംസ്ഥാന സർക്കാരാണ്. ബക്രീദ് അവധി കലണ്ടറിൽ വെള്ളിയാഴ്ചയായിരുന്നു. ശനിയാഴ്ചയാണ് ബക്രീദ് എന്ന് മതപണ്ഡിതർ അറിയിച്ചിട്ട് ദിവസം 10 കഴിഞ്ഞു. അവസാന മണിക്കൂറിൽ വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചയാക്കി സർക്കാർ അറിയിപ്പ്. ഇതോടെ ആശയക്കുഴപ്പം ശക്തമായി. രാത്രിയായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധിയെന്ന പ്രഖ്യാപനമെത്തി. പൊതു അവധി റദ്ദാക്കിയതിൽ മാറ്റവുമില്ല. ഇതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ്, സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ്. ഒരു ആവശ്യമില്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. പ്രതിപക്ഷം വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നുവെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജും CPIM നേതാക്കളും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. ഓരോന്നിൻ്റെയും മെല്ലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വേഷമാണ്. വിവാദം അനാവശ്യമായി വരുത്തിവെച്ചതെന്ന ചിന്തയാണ് നിരവധി ഇടതു നേതാക്കൾക്ക്. വീഴ്ചയ്ക്ക് കുറ്റപ്പെടുത്തുന്നത് പൊതുഭരണ വകുപ്പിനെയും. പ്രതിപക്ഷമാകട്ടെ വീണുകിട്ടിയ അവസരമായാണ് അവധി വിവാദത്തെ കാണുന്നത്. 24 നിലമ്പൂർ.